ഇല്ലേ ഈ സുനാപ്പി ഇങ്ങനെ വെട്ടിക്ക നല്ല തല്ലിപ്പൊളി മുറിച്ചുള്ള കത്തി. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കണ്ട, സെന്ററിൽ നിന്ന് മുറിക്കാം. ഇതിലൊരു സർപ്രൈസ് എലമെന്റ് എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ പൗത്തിട്ടാണോ ഉള്ളത് അഥവാ ഇനി നല്ല റെഡ് കളറിലാണോ അതോ അങ്ങനെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പാളിപ്പോടാ. എടാ നമ്മൾ വാങ്ങിച്ചത് റെഡ് വത്തക്കയാ, പക്ഷെ ഇത് സർപ്രൈസ് മഞ്ഞ വത്തക്ക. ഇതിൻ്റെ അടുത്ത് കടക്കാരൻ വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് മഞ്ഞ വത്തക്കയാവാൻ ചാൻസ് ഉണ്ട്, വെട്ടി നോക്കണമെന്ന് പറഞ്ഞു. വെട്ടി നോക്കി മഞ്ഞ വത്തക്കയാണെങ്കിൽ വില കൂടും. സാധാരണ വത്തക്കക്ക് ഒരു 17 മുതൽ 24 റുപ്യ വരെയാണ് വില. പക്ഷെ മഞ്ഞ വത്തക്കക്ക് അങ്ങനെയല്ല, 30-35 റുപ്യ കൊടുക്കണം. നമ്മൾ 24 റുപ്യക്ക് റിസ്ക് എടുത്ത് കടക്കാരനെ പറ്റിച്ചല്ല, മുപ്പതിനോട് വെട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേണ്ട, എനിക്ക് ഇതിന്റെ ആ കൊട്ടില്ലേ, ഈ കൊട്ടിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാം, ആദ്യമായിട്ടാണ് ഞാൻ ഈ മഞ്ഞ വത്തക്ക തിന്നുന്നത്. ആണോ, ബാഡി വത്തക്ക ഒന്നും അല്ലാതെ മഞ്ഞ വത്തക്ക നല്ല വത്തക്കയാണോ. ആണോ, ഇങ്ങനെ കട്ട് ചെയ്തു. കണ്ടോ, മഞ്ഞ വത്തക്ക. ഇത് ഫിൽട്ടർ ഒന്നല്ലാതെ ഒറിജിനലി മഞ്ഞയാണ് സംഭവം. ഇത് സർപ്രൈസ് ആയി. ആ കിടക്കുന്നൊക്കെ കൂടെ കണ്ണു വെച്ചതാ. ഇത് ക്യാമറമാൻ കൊതി കൂടി. നല്ലടി കുഴപ്പമില്ല, കഴിഞ്ഞെടുക്കാം. ഇത് കഴിക്കുന്നതിൻ്റെ ഒരു രീതിയിലുള്ളൂ. വത്തക്ക എല്ലാ സാധനം കഴിക്കുന്ന പോലെ വത്തക്ക കഴിക്കരുത്. നമ്മൾ കട്ട് ചെയ്താൽ കഴിച്ചാൽ നമുക്ക് തൊലിയാണ് കഴിക്കാൻ കിട്ടുക. കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ഈ മീറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വത്തക്ക അങ്ങനെ ഉണ്ട്. ഞാൻ നോമ്പാണ്, വത്തക്ക അങ്ങനെ കഴിക്കുക. നോമ്പോട്ടിട്ടല്ല, രാത്രി വത്തക്ക അങ്ങനെ കഴിക്കുക. കാരണം നല്ല ചൂടാണ്. ഞാൻ വീണ്ടും പറയാം, ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ചോയ്സാണ്. കാരണം കലോറി കുറവാണ്, വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. സോ അല്ല, എന്തായാലും ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ റെഡാണെന്ന് വിചാരിച്ച വത്തക്ക മഞ്ഞയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മഞ്ഞ വത്തക്ക കഴിച്ചാൽ എന്തെങ്കിലും ഒരു കുന്തമില്ല, കളറിൽ വ്യത്യാസമാണോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.